നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതുവരെ ബോധം വരാത്ത സ്ഥിതിക്ക് ഇനി എപ്പം ബോധം വീഴുമെന്ന് അറിയില്ല. അയ്യോ, അപ്പൊ കല്യാണം? മിക്കവാറും കല്യാണം മാറ്റിവെക്കേണ്ടി വരും. അയ്യോ, കല്യാണം മാറ്റിവെക്കാനോ? അമ്മ ഇങ്ങനെ കിടക്കുമ്പോ എങ്ങനെ കല്യാണം നടത്താനാ? അയ്യോ, ശരി. ആ ഹരിനെ ഡോക്ടറെ വിളിച്ചു. ഇപ്പൊ വിളിച്ചു. ആ ഡോക്ടർ ഇപ്പൊ വരും. ആ ആ മുത്തശ്ശി, മുത്തശ്ശി എന്താ എണീക്കാത്ത? സിദ്ധു ഏട്ടാ, കഥ പറഞ്ഞ് താ മുത്തശ്ശി, പിന്നെ ഉറങ്ങാം. സിദ്ധു അടങ്ങിയിരിക്കടാ. മുത്തശ്ശി, മോനെ കഥ പറഞ്ഞ് താ മുത്തശ്ശി. സിദ്ധു. പിന്നെ കല്യാണത്തിന്റെ കാര്യത്തിലൊന്നും ഒരു മുടക്കവും വരുത്തണ്ട. അത് നിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കട്ടെ. ഋഷി അത് നോക്കിയോളും. നിന്റെ ഒരു മേൽനോട്ടുണ്ടായാൽ മതി. ശരിയേട്ടാ. വരണം ഡോക്ടർ. ഞാൻ ലേറ്റ് ആയില്ലല്ലോ. ഇല്ലല്ല, വരണം. വന്നാട്ടെ. മഴേട്ടാ, സിദ്ധു എണീക്ക്. അമ്മ ഇങ്ങനെ തലകറങ്ങി വീഴാനുള്ള കാരണം എന്തായിരുന്നു? അറിയില്ല ഡോക്ടർ. കല്യാണത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് അമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അമ്മ തലകറങ്ങി വീഴുമായിരുന്നു. ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. വിവാഹത്തിന്റെ തിരക്കും ബഹളമൊക്കെ ആയിരുന്നല്ലോ. അതിന്റെ ക്ഷീണമൊക്കെ കാരണമായിരിക്കും തലകറങ്ങി വീണത്. പൾസിലൊന്നും വേരിയേഷൻ ഇല്ല. ആ സ്ഥിതിക്ക് അമ്മ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. കുറച്ച് സമയം കൂടി നോക്കാം. അത് കഴിഞ്ഞ് ബോധം തെളിയുമ്പോ വിശദമായിട്ടൊരു പരിശോധന നടത്താം. ഏതായാലും ആരും പാനിക് ആവണ്ട. തൽക്കാലം മെഡിസിൻ ഒന്നും വേണ്ട. ശരി. ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോ എന്നൊന്ന് വിളിച്ചാൽ മതി. ശരി. ആ ശരി. ചേട്ടാ, ഞാൻ കൊണ്ടുവിടാം. ഞാനേ ഇപ്പൊ വരും.
ഡോക്ടറെ ആ. അ- അമ്മയ്ക്ക് പേടിക്കാനൊന്നുമില്ലല്ലോ അല്ലേ? ബോധം തെളിഞ്ഞ് പരിശോധിച്ചതിന് ശേഷം മാത്രമേ എന്തെങ്കിലും പറയാനാവൂ. ആ അമ്മ ഇങ്ങനെ കിടക്കുമ്പോ കല്യാണം എന്തായാലും നടക്കാൻ പോകുന്നില്ല. മായാണല്ലോ. ഹലോ മായേ. ആ സുലോചനെ, ഒരു കാര്യമുണ്ട്. എന്താ മായേ? അതെ, ഇവിടത്തെ അമ്മ രാവിലെ പെട്ടെന്ന് ബോധം കെട്ട് വീണു. അയ്യോ, എന്നിട്ട്? ഇപ്പോഴും ബോധമൊന്നും വന്നിട്ടില്ല. ഡോക്ടർ വന്ന് പരിശോധിക്കുന്നുണ്ട്. ആ, ബോധം തെളിഞ്ഞാൽ എന്തെങ്കിലും പറയാൻ പറ്റൂന്നാ ഡോക്ടർ പറയുന്നത്. ഇതുവരെയും ബോധം വരാത്ത സ്ഥിതിക്ക് ഇനി എപ്പം ബോധം വീഴുമെന്ന് അറിയില്ല. അയ്യോ, അപ്പൊ കല്യാണം? മിക്കവാറും കല്യാണം മാറ്റിവെക്കേണ്ടി വരും. ഏ? അയ്യോ, കല്യാണം മാറ്റി വെക്കാനോ? അമ്മ ഇങ്ങനെ കിടക്കുമ്പോ എങ്ങനെ കല്യാണം നടത്താനാ? അയ്യോ, അതിന് ചർച്ചകളൊക്കെ ഇവിടെ നടക്കുന്നേ ഉള്ളൂ. തീരുമാനമൊന്നും ആയിട്ടില്ല. ഞാൻ വിളിക്കാട്ടോ. അയ്യോ. താല്പര്യം ഉണ്ടായിട്ടല്ല. എങ്കിലും അമ്മയുടെ ബോധം തെളിയാതെ എങ്ങനെ വിവാഹം നടത്താ? ഡോക്ടർ പറഞ്ഞത് കല്യാണ തിരക്കിന്റെ ഓട്ടം കാരണമുള്ള ക്ഷീണമായിരിക്കും എന്നാ. മിക്കവാറും അത് തന്നെ ആയിരിക്കാനാണ് സാധ്യത. അതെ, എന്നാലും അമ്മ ചടങ്ങില്ലാതെ എങ്ങനെ? അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹ കുട്ടന്റെ വിവാഹം. അതുകൊണ്ട് ഉറപ്പായും അമ്മ ബോധക്ഷയം വിട്ടെഴുന്നേക്കും. അമ്മ കല്യാണത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. അല്ല, ഈ നേരത്ത് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതിൽ എനിക്കെന്തോ ഒരു പന്തികേട് തോന്നുന്നു. ഒരുപക്ഷെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയാ അതുകൊണ്ട് എന്തായാലും നമുക്കൊരു ജോത്സ്യനെ വരുത്തി വിശദമായിട്ട് തന്നെ നോക്കിയാലോ? ആ, അത് ശരിയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.